ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തൊക്കെ 3 മണി 2 മണി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. ഉറങ്ങായിരുന്നു അപ്പോൾ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്വിമ്മിംഗ് പൂളിലേക്കാണ് എന്ന് കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. ഇവർ എപ്പോഴും പറയാറുണ്ടായിരുന്നു പോണം എന്ന് കേട്ടോ. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിതാ വെയിലൊക്കെ കണ്ടിട്ടോ. 4 മണി നേരമാണ്, നല്ല വെയിലാണ്. എല്ലാവരും റെഡി ആയിട്ട് കാറിലൊക്കെ കയറിയിട്ടാ. സ്യൂട്ട് പോലത്തെയൊക്കെയാണ് ഇട്ടിട്ടത്, മീൻസ് ട്രൗസർ ടൈപ്പ്. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യത്തെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കാരണം അവർ പറഞ്ഞു ഇനി കയറ്റണില്ല ആൾക്കാരെ പറഞ്ഞു കേട്ടോ. കണ്ടോ, അതെ ഇത്രയും പേരും പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഇറക്കിച്ചാൽ ഞങ്ങൾക്ക് കയറായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അടുത്ത പൂളിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പൂളുകളുണ്ടല്ലോ. പിന്നെ ഒന്നാമത് ഇവിടെ സ്വിമ്മിങ് ക്യാമ്പ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെക്കേഷൻ ക്യാമ്പൊക്കെ സ്വിമ്മിങ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറേ കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തേലെത്തി. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെയും തിരക്കുണ്ട്, പക്ഷേ പാരൻസിനൊക്കെ പുറത്ത് നിൽക്കണം. അപ്പോൾ അത് നമുക്ക് പറ്റില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഈ ഉള്ളിൽ എന്താ വെച്ചാൽ ആഴമുണ്ട്. ഈ പൂളിൽ ആഴം കൂടുതലാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിന്നും വേണ്ട വെച്ചിട്ട് ഇവർ സാധാ ആദ്യം പോകുന്നത് ഇവിടെ ആയിരുന്നു ഇത്രയും. ഇപ്പോൾ നമ്മൾ 3ാമത്തെ പോയാലായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ ആദ്യം പോയാൽ മതിയായിരുന്നു. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അവസാനം നമ്മൾ ഫിക്സ് ചെയ്തു. തൊപ്പി വേണം ഇവിടെ എങ്ങനെയാ വെച്ചാൽ തൊപ്പി വേണം. അതുപോലെ തന്നെ എല്ലാവരും തൊപ്പി വേണം. പിന്നെ ഒരുവിധം എല്ലാവരും സ്യൂട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ. ഇവിടെ പിന്നെ വേഷം ഇങ്ങനെ നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്യൂട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴെങ്കിലും എല്ലാം ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൽ കയറി കേട്ടോ. ഇതിൽ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേദുൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണത്. അപ്പോൾ വേദും ശിവയൊക്കെ അത് അവിടെ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓരോ കുട്ടികൾ അവിടെ നീന്തുന്നുണ്ട്, വലിയവരും എല്ലാവരും ഉണ്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം കേട്ടോ. പക്ഷേ നമ്മൾ സാധാ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വേദു ഇറങ്ങി, ശിവ ഇറങ്ങി, ബേബി ഇറങ്ങി, എല്ലാവരും ഇറങ്ങി കേട്ടോ. വേദുവിന് ഇറങ്ങുമ്പോഴൊന്നും പേടിയുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. അതിപ്പോൾ ആ വെള്ളത്തിന് കുട്ടികൾ ഇറങ്ങണ ആ പൂളില്ലേ, അപ്പോൾ ഇവർ നിൽക്കണ ഈ പൂളിൽ അത്ര തണുപ്പൊന്നുമില്ല, ചൂടുണ്ട്. പക്ഷേ വേദുവിന് സഹിക്കാൻ പറ്റാത്ത വിറക്കലായിരുന്നു. അത് വേദു മാത്രമല്ല, എല്ലാ കുട്ടികളും വിറയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനത് ശീലമില്ലല്ലോ. ചില കുട്ടികൾക്ക് ഇപ്പോൾ അത് ശീലം ഉണ്ടായിരിക്കുമല്ലോ. അത് അവിടെ കണ്ടോ ഓരോരുത്തർ നീന്തണത്. നമ്മുടെ നാട്ടിൽ നീന്തൽ പഠിക്കുന്നതും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ. അവർ നല്ല പ്രൊഫഷണൽ നീന്തലാണ്. നമ്മൾ കാലും കൈയിട്ടിട്ട് അടിച്ചിട്ടല്ലേ നീന്തുക. അവരങ്ങനെയല്ല കേട്ടോ. അത് വേദു ചാടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പറയുകയാണേ. അപ്പോൾ ബേബി കുറച്ചൊക്കെ നീന്തിയിട്ട് അപ്പുറത്ത് വലിയവർക്ക് അപ്പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ വലിയവർക്ക് നീന്താം. പിന്നെ ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ടൈം ആയി കഴിഞ്ഞാൽ അവർ പറയൂ കേട്ടോ, വിസിലടിക്കുകയെ. അപ്പോൾ ബേബീനെ നീന്തൽ പഠിപ്പിച്ചത് അവളുടെ അച്ചമ്മയാണല്ലോ നാട്ടിൽ നിന്ന്. ആ വീഡിയോ ഒക്കെ ഞാൻ കുറേ കൊല്ലം മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൾ ചെറിയ കുട്ടിയിൽ തന്നെ അച്ചമ്മ അവളേനെ എന്നും നീന്താൻ പോയി പഠിപ്പിച്ച് അങ്ങനെ നീന്തൽ പഠിപ്പിച്ചു കേട്ടോ അച്ചമ്മ. വേദുക്കുട്ടനൊന്നും പഠിപ്പിച്ചിട്ടില്ല. വേദുക്കുട്ടനൊക്കെ എന്നെ എന്താവുമെന്ന് അറിയില്ല. എനിക്കും നീന്തലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വേദുവും ശിവയൊക്കെ ബേബിയൊക്കെ കുറേ നേരം അതിൽ കളിച്ചു കേട്ടോ. പക്ഷേ വേദുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പം മതിയാക്കി ഇറങ്ങണില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം അത്രയും തണുപ്പ് കാരണം അവൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് കയറി. ഇടയ്ക്കിടയ്ക്ക് വേദു കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ മാമേനെ പേടിയായിരുന്നു കേട്ടോ ആദ്യം. പക്ഷെ ഇപ്പോൾ ആ പേടിയൊക്കെ പോയി. അപ്പോൾ പറയേണ്ടത് കയറി നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് കൂടും, വെള്ളത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളത്തേക്ക് അവൻ അങ്ങനെ ഇറങ്ങും. പക്ഷേ അത് ആ സമയത്തൊക്കെ അവൻ വിറച്ച് നിൽക്കട്ടെ. അപ്പോൾ ബേബി പറഞ്ഞു ഞാൻ എന്നാൽ ചാടട്ടെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ചാടിക്കോ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ചാടി. പിന്നെ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് വേണം കേട്ടോ പറഞ്ഞു. എന്നിട്ട് അവൻ വിറച്ചിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവൻ്റെ അടുത്താണ് ഇപ്പോൾ ആ സമയത്തെ അവനെ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറ്റി തരട്ടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൻ മാറ്റിക്കോളാൻ പറഞ്ഞു കേട്ടോ. അവന് സഹി കെട്ടു, വേണ്ടാതായി കേട്ടോ. ഇരിക്കണ ഇരിപ്പ് കേട്ടോ. അശോകര ക്ഷീണ എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ ഇരിക്കണത്. ഡ്രസ്സൊക്കെ മാറി ഞാനൊന്ന് ചൂടാക്കി കൊടുത്തു, ദേഹമൊക്കെ തോർത്തോണ്ടൊക്കെ മൂടി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. കാരണം വേറെ വഴിയില്ല. പിന്നെ അവനെ ഇറങ്ങണം എന്നുണ്ട്, 2 മനസ്സാണ്. പക്ഷെ തണുപ്പ് സഹിക്കാനും വയ്യ. അപ്പോൾ ബേബി കുറേ നേരം എന്താ പറയുക നീന്തിട്ടോ. ബേബി ആണെങ്കിലും ശിവയാണെങ്കിലും കുറേ നേരം വെള്ളത്തിലിറങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത് കേട്ടോ. പൂളിൽ ഇറങ്ങിയ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബേബി പൂളിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ എവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ അത് അയാൾ വിസിൽ കളിക്കാൻ വന്നത് എന്താ വെച്ചാൽ ടൈം കഴിഞ്ഞു കേട്ടോ. ടൈം കഴിഞ്ഞ് ബേബിയോടൊക്കെ കയറാൻ പറഞ്ഞേ. എല്ലാവരുടെയും ടൈം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. അവിടെ ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ബേബിയുടെ മുടിയൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തോർത്തി കൊടുത്തു. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
2 പൂള് കയറിയിട്ട് പൂളിൽ അവിടെ പോയിട്ട് കയറാതെ 3-മത്തെ ഇതിലാണ് കേട്ടോ ശരിയായത്. പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മലയാളികളുടെ കടയുണ്ട്, വയനാടൻ കഫേ, അതുപോലെ കണ്ണൂരും കഫേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വയനാടൻ കഫേയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബേബി തടുക്കുമ്പോൾ മേമ ചോദിക്കുന്നു, എടി എനിക്ക് പനിക്കുണ്ടോടിയെന്ന്. അപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ, ഇതായിരുന്നില്ല. പിന്നെ അത് അവിടെ പഴംപൊരിയൊക്കെ കണ്ടു. എത്ര കാലമായി പഴംപൊരിയൊക്കെ കഴിച്ചിട്ട്. നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം പഴംപൊരി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ പഴംപൊരി കഴിക്കാം, ചായയും കഴിക്കാം എന്ന പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നു. അപ്പോൾ അവിടെ പൊറാട്ടയും അതുപോലെ തന്നെ ബീഫും ഒക്കെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാൽ ഞങ്ങൾ അതും എന്നാൽ വാങ്ങാം എന്നുള്ളൊരു പ്ലാൻ ഇട്ട്. അപ്പോൾ ഈ ഒരു പഴംപൊരി ഞാൻ അടുത്ത പഴംപൊരി മാത്രം നന്നായിരുന്നില്ല ഗൈസ്. ബാക്കി എല്ലാവരുടെ പഴംപൊരി തന്നായിരുന്നിട്ട് അവരോട് മാറ്റി തരാൻ പറഞ്ഞു കേട്ടോ ആ പഴംപൊരി. അപ്പോൾ അവർ മാറ്റി തന്നു. പിന്നെ ചായയും കുടിച്ചു കേട്ടോ. ചായ നല്ല സ്ട്രോങ് ചായ ആയിരുന്നേ. പിന്നെ പൊറാട്ടയും അതുപോലെ തന്നെ ബീഫും പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണല്ലോ. പഴംപൊരിയിൽ നല്ല എണ്ണയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല എണ്ണ പഴംപൊരിയിലുണ്ടായിരുന്നേ. പിന്നെ പൊറാട്ടയിൽ ഉപ്പ് കുറവായിരുന്നു. ആ ഒരു പോരായ്മ എനിക്ക് തോന്നി. പിന്നെ എല്ലാവരും കഴിച്ചു, വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് ഒന്നും കഴിക്കേണ്ടി വന്നില്ല കേട്ടോ, വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവർ ഷീറ്റ് വാങ്ങാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെല്ലോ കയറിട്ടോ. അങ്ങോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കാറിലിരുന്നു. അങ്ങനെ എത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബൈ.